ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നത് 27 മാർച്ച് 2026, ഈ മാസത്തെ 27ാമത്തെ ദിവസം, ഈ വർഷത്തെ 86ാമത്തെ ദിവസം, വലിയ നോമ്പിലെ 41ാമത്തെ ദിവസമാണ്. ഇന്ന് 457ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായിട്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു. 40ാം വെള്ളിയാഴ്ച എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം. 40ാം വെള്ളിയാഴ്ച. എന്താണ് 40ാം വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം? യേശു 40 ദിവസം ഉപവസിച്ചതിൻ്റെ അവസാന ദിവസത്തിൻ്റെ ഓർമ്മയാണ്. 40 ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞിരുന്ന യേശുവിനെ 40ാം ദിവസം വെള്ളിയാഴ്ച പ്രലോഭിപ്പാനും പരീക്ഷിക്കുവാനായി വചനത്തെ വളച്ചൊടിച്ച് സാത്താൻ യേശുവിനെ പരീക്ഷിച്ചതിൻ്റെ ഓർമ്മയാണ് ഇന്നേ ദിവസം നാം കൊണ്ടാടുന്നത്. എല്ലാ പരീക്ഷകളെയും അതിജീവിച്ച് യേശു സാത്താൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച ദിവസമാണ് ഇന്ന്. സാത്താനും അവൻ്റെ അനുയായികളും ഇന്നും വചനത്തെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് സഭയെയും സഭ തനേരെയും ചതിക്കുഴിയിൽ ചാടിക്കുവാൻ സാധിക്കുമെന്നുള്ള വ്യാമോഹത്തിൽ ഓടി നടക്കുന്നുണ്ട്. അതിനാൽ ജാഗരൂകരായിരിക്കണമെന്നും അതിനെതിരായി ഉപവാസവും പ്രാർത്ഥനയും ആകുന്ന ആയുധമെടുക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു. 40 എന്ന സംഖ്യയുടെ പ്രാധാന്യം: നോഹയുടെ കാലത്ത് 40 രാവും 40 പകലും മഴയുണ്ടായി. ഇസ്രായേൽക്കാർ 40 വർഷം മന്ന ഭക്ഷിച്ച് ജീവിച്ചു. മോശ 40 രാവും 40 പകലും മലമുകളിൽ ദൈവത്തോടൊപ്പം ആയിരുന്നു. ആദ്യത്തെ കൽപ്പലക എറിഞ്ഞ് ഒടിച്ചതിന് ശേഷം രണ്ടാമത്തെ കൽപ്പലക മേടിക്കാൻ പോയപ്പോഴും ആ 40 രാവും 40 പകലും മോശ നോമ്പ് നോറ്റതായി ബൈബിൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദാവീദ് 40 വർഷം ഇസ്രായേൽക്കാരെ ഭരിച്ചു. നിനവെ നിവാസികൾക്ക് അനുദപിക്കുവാൻ ദൈവം 40 ദിവസം കൊടുത്തു. ഉയർപ്പിന് ശേഷം യേശു 40 ദിനരാത്രങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 2-3 നോക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും കാണുവാൻ സാധിക്കും. അതുകൂടാതെ ശലോമോൻ രാജാവ് 40 വർഷം ഭരിച്ചു എന്ന് ബൈബിൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ 40-ന് വളരെ പ്രാധാന്യം കാണുന്നുണ്ട്. അതിനാൽ ഈ 40ാം വെള്ളി ആഘോഷിക്കുമ്പോൾ നോമ്പിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുന്നതായും നമുക്ക് ഏവർക്കും അറിയാം. അടുത്ത 10 ദിവസം നമ്മളുടെ കർത്താവിൻ്റെ ഓശാന പെസഹ, കർത്താവിൻ്റെ കഷ്ടാനുഭവവും ക്രൂശ് മരണവും ഓർത്തുകൊണ്ട് ഒരുക്കമായി ഉപവാസവും പ്രാർത്ഥനയും കൂടുതൽ ശക്തമാക്കുകയും വർജനം തീഷ്ണതയോടെ ചെയ്ത് കൊണ്ട് ഉയർപ്പിനായി നാം ഒരുങ്ങുകയും ചെയ്യുന്ന കാലമാണ് ആ 10 ദിവസം. അതിനായി നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, ആദ്യമേ തൊട്ട് ശരിയായ രീതിയിൽ നോമ്പ് നോക്കുന്നവർക്ക് നാളത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 40ാം വെള്ളിയാഴ്ച 39 ദിവസം കൃത്യമായി നോമ്പ് നോക്കി 40ാമത്തെ ദിവസത്തിലേക്ക് എത്തി നാം ഓരോരുത്തരും ഈ 40ാം വെള്ളിയാഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടതുണ്ട്. കാരണം ബാക്കിയുള്ള 10 ദിവസം കഷ്ടാനുഭവത്തിൻ്റെ ദിവസങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിച്ച് പാപികളായ നമ്മൾക്ക് വേണ്ടി, പാപം ചെയ്യാത്തവൻ ക്രൂശ് ആരോഹണം സ്വീകരിച്ചത് നാം മറക്കാതെ അവൻ്റെ തൃപ്പാദത്തിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത്, പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും അതോടൊപ്പം സൽപ്രവർത്തികൾ ചെയ്യുകയും നല്ല വർത്തമാനം മാത്രം പറയുകയും ആണ് ചെയ്യേണ്ടത്. നാം ചെയ്യേണ്ടതായ ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന നാം ഓരോരുത്തരും ആ വായിലൂടെ നാം തെറ്റായ ഒരു വാക്ക് പോലും നാം ഉച്ചരിക്കരുത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന അവസരത്തിൽ നാം വളരെ ഭയഭക്തിയോടുകൂടി ഒരുക്കത്തോടുകൂടി ചെന്ന് ആ കുർബാന അനുഭവിക്കുന്നുണ്ട്. അതിനുശേഷം നാം പള്ളിയിൽ നിന്ന് വെളിയിൽ വരുമ്പോൾ മുതൽ നല്ല വാക്കുകൾ സംസാരിക്കാത്ത എത്രയോ പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം ചെയ്യാതെ നാം വിശുദ്ധ കുർബാന അനുഭവിച്ച ആ നാക്കുകൊണ്ട്, ആ വാ കൊണ്ട് നമ്മൾ എപ്പോഴും നല്ലത് മാത്രമേ പറയാവൂ. ഒരു അപശബ്ദവും നമ്മളിൽ നിന്ന് വരരുത്. ഒരു സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയരുത്. അതിനു വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത്
വേദപുസ്തകം പാരായണം ചെയ്യുകയും അത് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും വേദപണ്ഡിതന്മാർ എഴുതിവെച്ചിരിക്കുന്നതായ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന് പ്രകാരം നാം ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ട് നാം ഈ നോമ്പ് ഒരു തീർത്ഥാടനമായി, അതായത് ആത്മീയ തീർത്ഥാടനമായി ഈ നോമ്പിനെ നാം കാണുന്നുവെങ്കിൽ ആ ഉയർപ്പ് ദിവസം നമുക്ക് അത്യധികം സന്തോഷിക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നാം നമ്മുടെ മനസ്സുകളെ ത്വരിതപ്പെടുത്തേണ്ടതുണ്ട്. ഇന്നേ വരെ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള നോമ്പ് നോക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇനിയും സമയമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു പാപം ചെയ്യാത്തവൻ പാപികൾക്ക് വേണ്ടി ക്രൂശാരോഹണം സ്വീകരിച്ച ആ കാര്യം ഓർത്ത് കഴിയുമ്പോൾ നാം നമ്മുടെ പാപത്തിൽ നിന്നും നമുക്ക് പിന്മാറുവാൻ സാധിക്കും. അതിനുവേണ്ടി നാം ഓരോരുത്തരും ചെയ്യേണ്ടത് നാം നമ്മെ തന്നെ ആ സൃഷ്ടാവിൻ്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആ തൃപ്പാദത്തിൽ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യമായി ചെയ്യേണ്ടത് സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് വേദപാരായണം ചെയ്തുകൊണ്ട് യാമപ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് നാം നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും നല്ലത് മാത്രം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇരിക്കേണ്ടതുണ്ട്. ഇന്നലെ ഞാനിട്ട എപ്പിസോഡിൽ യാമപ്രാർത്ഥനകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ 7 യാമങ്ങളിലെ പ്രാർത്ഥന നമുക്ക് ഭവന പ്രാർത്ഥനയിൽ 3 നേരമായിട്ട് വെട്ടിച്ചുരുക്കുക ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് പിതാക്കന്മാർ തന്നിട്ടുണ്ട്. അത് കൃത്യമായി നമ്മൾ അത് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാത്ത ദിവസങ്ങളിൽ നാം 40 കുമ്പിട്ട് അവൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്തു പോയിട്ടുള്ളതായ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇനിയും ഞാൻ അത് ആവർത്തിക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് നാം ഈ നോമ്പിനെ പര്യവസാനിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഇന്നേ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതല്ല, ഇനിയും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളൊരു തീരുമാനം ഈ നോമ്പ് അവസാനിക്കുന്നതോടുകൂടി നാം എടുക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മളൊക്കെയും സ്വപ്നം കാണുന്നതായ ആ ഇമ്പങ്ങളുടെ പർദീസയിൽ നമുക്കും ഒരു അവകാശം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ജീവിതം ആത്മീയമായി ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച് നല്ലൊരു ക്രിസ്ത്യാനിയായി ബാക്കിയുള്ള ജീവിതം ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കിക്കൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇരിക്കാമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.